കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് സാമ്പത്തിക വിദഗ്ധർ. GST പരിഷ്കരണത്തിലൂടെ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്. വില കുറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഗുണകരമായ മാറ്റത്തിന് കാരണമാകുമെന്നും വിലയിരുത്തൽ. സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാത്ത കേരളത്തിന്റെ നിലപാടിനെയും അവർ അപലപിച്ചു. GST പരിഷ്കരണത്തെ എതിർത്ത് ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നിരുന്നു. പരിഷ്കരണം കേരളത്തെ സാമ്പത്തികമായി തകർക്കുമെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇത് തികച്ചും തെറ്റാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ പരിഷ്കരണം അനിവാര്യമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 10% വില കുറയുവാനുള്ള സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കപ്പെടുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ GST റീസ്ട്രക്ചറിങ് അനിവാര്യമായിരുന്നു. എന്താണ് വിലയിൽ ഈ നികുതി റീസ്ട്രക്ചറിങ് വരുത്താൻ പോകുന്ന മാറ്റം? 28% ഉൽപ്പന്നങ്ങൾ 18% വരുമ്പോൾ ആ ലക്ഷറി ഉൽപ്പന്നങ്ങൾ, അതിനകത്ത് എന്നാൽ വില കൂടിയ മുട്ടായി വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ 18 വരുമ്പോൾ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, അതിലെ ഈ പറയപ്പെട്ട എല്ലാ കൂട്ടരും ഇത് വാങ്ങാൻ സന്നദ്ധരാകും. കാരണം അവർക്ക് വാങ്ങിക്കാൻ അവരുടെ പോക്കറ്റിന് ശേഷിയുള്ള രീതിയിലേക്ക് വിലകൾ താഴും. സാധനങ്ങളുടെ വില കുറയുന്നത് ജീവിത നിലവാരം ഉയരുന്നതിന് കാരണമാകും. ഇതിലൂടെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും മേരി ജോർജ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യ രാഷ്ട്രമാണ്. ഇത്രയും ജനങ്ങളുടെ കയ്യിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന വിലയിൽ ലഭ്യമാവുകയാണെങ്കിൽ, അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതായത് കോവിഡിനോട് കൂടി നീതി ആയോഗ് തന്നെ പറയുന്നുണ്ട്, കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും 3,60,000 മൈക്രോ അതായത് മീഡിയം എൻ്റർപ്രൈസസ് നിന്നുപോയി, അടച്ചുപൂട്ടിപ്പോയെന്ന്. അങ്ങനെ അടച്ചുപൂട്ടിപ്പോയ എൻ്റർപ്രൈസസ് ഒക്കെ വീണ്ടും പുനർജനിക്കുകയും കുതിച്ചുയരുകയും ചെയ്യും. എന്ന് വച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഹൈ ആണ്. ആ അൺഎംപ്ലോയ്മെൻറ്റ് താഴേക്ക് വരികയും തൊഴിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് വെച്ചാൽ വരുമാനം വർദ്ധിക്കുക എന്നാണ്. സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയരുകയും ചെയ്യും. പരമാവധി നികുതി 28% നിന്ന് 18% കുറയുന്നതാണ് സംസ്ഥാന ധനമന്ത്രിയെ അസ്വസ്ഥനാക്കിയത്. സംസ്ഥാനത്ത് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ ഭാഗവും 18-28% നിരക്കുകളിലാണ്. ഓട്ടോമൊബൈൽ മേഖലയിൽ നിലവിലുള്ള 28% നികുതി 18% കുറയുമ്പോൾ അത് വാഹന വിലയിലടക്കം വലിയ കുറവുണ്ടാകും. ഇൻഷുറൻസ് പ്രീമിയത്തിനടക്കം നികുതി കുറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതേസമയം നികുതി കുറയുന്നതിനെതിരെയുള്ള ബാലഗോപാലിന്റെ നിലപാട് ജനങ്ങൾക്ക് ലാഭകരമാകുന്ന പരിഷ്കരണത്തെ അട്ടിമറിക്കുന്ന നീക്കമെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക മിസ്മാനേജ്മെന്റ് മൂലം തകർന്നറിഞ്ഞ കേരളത്തിന്റെ സാമ്പത്തിക രംഗം തിരിച്ചുപിടിക്കുവാൻ പോലും കഴിയാത്ത ധനകാര്യമന്ത്രിയാണ് GST പരിഷ്കരണത്തെ എതിർക്കുന്നത് എന്നാണ് ഉയർന്ന വിമർശനം. ജനം, തിരുവനന്തപുരം.